ഹല്ലേലൂയ. യെശയ്യാവ് അങ്ങനെ പറയുന്നൊരു വാക്യമുണ്ട്. യെശയ്യാവ് 40 അധ്യായത്തിൽ 18-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സാദൃശ്യമാക്കും? മൂശാരി വിഗ്രഹം വാർക്കുന്നു. 19-ാമത്തെ വാക്യം, തട്ടാൻ പൊന്നുകൊണ്ട് പൊതിയുകയും അതിനെ വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യുന്നു. 20-ാമത്തെ വാക്യം, ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ ദ്രവിച്ചു പോകാത്ത ഒരു മരക്കഷ്ണം തിരഞ്ഞെടുക്കുകയും ഇളകാത്ത വിഗ്രഹം കൊത്തിയുണ്ടാക്കി നിർത്തുവാൻ ഒരു ശില്പിയെ അന്വേഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ 3 തലത്തിലാണ് പറയുന്നത്. ഒന്ന്, ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? നിങ്ങൾ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസും സിമന്റ് കൊണ്ട് ചേർത്ത് ഉണ്ടാക്കിയ വിഗ്രഹത്തെ അത്യുന്നതനായ ദൈവത്തോട് നിങ്ങൾ ഉപമിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? എൻ്റെ ഒരു ചോദ്യമാണ്. ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളോടൊരു ചോദ്യമാണ്. അധികാരികളുണ്ടെങ്കിൽ കേൾക്കട്ടെ. നിങ്ങൾ പ്ലാസ്റ്റർ ഓഫ് പാരീസും സിമന്റ് കൊണ്ട് ഉണ്ടാക്കുന്ന വിഗ്രഹത്തെ ഏത് ദൈവത്തോട് നിങ്ങൾ ഉപയോഗിക്കും? അതിനെ സ്വർണം കൊണ്ട് പൊതിയുകയും വെള്ളി കൊണ്ട് ചങ്ങലയിടുകയും ചെയ്ത് മനോഹരമാക്കി തീർത്ത് അതിനെ കാലാകാലങ്ങളിൽ ഒരു പെയിൻറ്റിങ്ങുകാരനെ കൊണ്ട് ബോധിച്ച പെയിൻ്റ് അടിച്ച് മനോഹരമായി ഇത് ക്രിസ്തുവിൻ്റെ രൂപമാണ്, മാതാവിൻ്റെ രൂപമാണ്, വിശുദ്ധന്മാരുടെ രൂപമാണ് എന്ന് നിങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ നരകത്തിലേക്ക്, സാത്താൻ്റെ അടിമത്തത്തിലേക്ക് തള്ളിവിടുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളിവിടെ വിഗ്രഹത്തെ സേവിച്ച് വിഗ്രഹത്തെ കൂടുതൽ പ്രൊമോട്ടുമായി വരികയാണ്. കൈ നീട്ടിപ്പിടിക്കുന്ന യേശു, കെട്ടിപ്പിടിക്കുന്ന യേശു, നീട്ടിക്കൊടുക്കുന്ന യേശു, ഏതെല്ലാം വൃത്തികേടുകളാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. നിങ്ങൾ ഇന്ന് ചർച്ചിനകത്തേക്ക് കയറിയാൽ ചർച്ചാണോ ക്ഷേത്രമാണോ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ പുരോഹിതൻ, അക്രൈസ്തവനായ പുരോഹിതൻ പറയും, നിങ്ങൾക്ക് വന്നൊരു പൂണൂലിൻ്റെ കുറവേ നിങ്ങൾക്കുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ആയി. എന്തുകൊണ്ടാണ്? ഇന്ന് യുവാക്കളന്മാരും യുവതികളും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. നിങ്ങൾക്ക് വചനം കൊടുക്കാൻ സമയമില്ലല്ലോ. നിങ്ങൾ കാട്ടിക്കൊടുക്കുന്ന മൊത്തം കൊന്തകളിലല്ലേ ഉരുട്ട്. അപ്പോൾ പിന്നെ എങ്ങനെ ജനങ്ങൾ മാനസാന്തരപ്പെടും? ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കി. ജനം നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇത് പറയുന്നത് കുറച്ച് വേദനയോട് കൂടിയാണ്. കാരണം ജനത്തിന് വചനമില്ല. ജനത്തിന് വചനമുണ്ടോ? രണ്ടാമത് പറയുന്നു, ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ. 20-ാമത്തെ വാക്യം, യെശയ്യാ 40:28, ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ ഭ്രമിച്ചു പോകാത്ത ഒരു മരക്കഷ്ണം തിരഞ്ഞെടുക്കും, ഇളകാത്ത വിഗ്രഹം കൊത്തിയുണ്ടാക്കും. അതെന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന സ്വർണം കൊണ്ട് പൊതിയാൻ പറ്റത്തില്ല, വെള്ളിച്ചങ്ങല ഇടാൻ പറ്റത്തില്ല. അങ്ങനെ കഴിവില്ലാത്തവൻ അവനൊരു മരക്കുറ്റി എടുത്തുകൊണ്ട് വന്നിട്ട് അവന് തോന്നിയതുപോലെ, പച്ചമാമ ഉണ്ടാക്കിയില്ലേ, തോന്നിയതുപോലെ അവനുണ്ടാക്കും. എന്നിട്ട് ആശാരിയെ വിളിച്ച് ഇളകാത്ത രീതിയിൽ വിഗ്രഹത്തെ ഉണ്ടാക്കി ആണി അടിച്ച് ഉറപ്പിക്കും. പച്ചമാമ ഉണ്ടാക്കിയതാണ് ഇളകാത്ത വിഗ്രഹം. അതെന്ന് വെച്ചാൽ തടിക്കഷ്ണത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. തടിക്കഷ്ണത്തിൽ നിന്ന് ഉണ്ടാക്കിയ നഗ്നമായ രൂപത്തിൻ്റെ മുമ്പിൽ പോയി നിന്നാണ് പോപ്പ് വളരെ ആദരവോടെ പുരോഹിതൻ മുഴങ്കാല് മടക്കിയാണ് ആരാധിക്കുന്നത്. പോപ്പ് വളരെ സൂക്ഷിച്ചു നോക്കി ആരാധിക്കുന്നു. ഇത്രയേറെ മ്ലേച്ഛതയുള്ള സംഭവം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി യെശയ്യാവ് 44:17 കൂടി, അതിൻ്റെ ശേഷിപ്പ് കൊണ്ട് അവനൊരു ദേവനെ, ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമേ, നീ എൻ്റെ ദേവനല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. അതിൻ്റെ ശേഷിപ്പ് കൊണ്ട്. ഏതിൻ്റെ ശേഷിപ്പ് കൊണ്ടാണ്? അതിൻ്റെ 44:16 വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു തടിക്കഷ്ണത്തിൻ്റെ ഒരു ഭാഗം വിറക് അപ്പം ചുട്ടു തിന്നുന്നു, ഒരു ഭാഗം ഇറച്ചി ചുട്ടു തിന്നുന്നു. ബാക്കി ശേഷിച്ച ഭാഗം കൊണ്ട് ഒരു മരത്തിൽ തന്നെ ഇറച്ചിയും അപ്പവും ചുട്ടു തിന്നിട്ട് ബാക്കി ശേഷിച്ച ഭാഗം കൊണ്ട് ഒരു മനോഹരമായ ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ്, പച്ചമാമയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ്, നഗ്നയായ പച്ചമാമയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ്, മാർപ്പാപ്പ് ഉൾപ്പെടെ വീണ് സാഷ്ടാംഗം പ്രാർത്ഥിക്കുക, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കുമ്പിട്ട് ഒരു വൈദികൻ ഉൾപ്പെടെ കുറെ ജനങ്ങൾ, മൊണ്ണക്കുഞ്ഞാടുകൾ മുട്ടുമേൽ നിൽക്കുന്നു, കൈനീട്ടി പച്ചമാമയുടെ നഗ്നമായ രൂപത്തിലേക്ക്. എത്രയോ മ്ലേച്ഛതയാണ്. മാറ്, അത്യുന്നതനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. ഒരു ക്രിസ്ത്യാനിറ്റി ലൈഫ് അതാണ്. സ്തോത്രം. ഹല്ലേലൂയ. 19-ാമത്തെ വാക്യം, ഒരുത്തനും ഹൃദയത്തിൽ വിചാരിക്കുന്നില്ല, ഒരംശം ഞാൻ കത്തിച്ചു, കനലിൽ അപ്പം ചുട്ടു, ഇറച്ചിയും ചുട്ടതിൽ ശേഷിപ്പ് കൊണ്ട് ഞാനൊരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കുമോ? ഒരു മരമുട്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുമോ എന്നിങ്ങനെ പറവാൻ തക്കവണ്ണം ഒരുത്തനും അറിവില്ല. ഒരു മരമുട്ടിയുടെ മുമ്പിൽ. ഇതിൻ്റെ അകത്തൊരു സ്പിരിറ്റ് ഉണ്ട്.
നീ ഏത് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചോ അതിൻ്റെ അകത്ത് സ്പിരിറ്റിൻ്റെ അപ്പോസ്തലനായ പൗലോസിലേക്ക് അപ്പോസ്തല പ്രവർത്തനം കൊത്തു വിഗ്രഹങ്ങൾക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ മനുഷ്യ ഹൃദയത്തിൻ്റെ അത് 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമല്ലോ എന്ന് പറയുമ്പോൾ ചിന്തിച്ച് നോക്കുക. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് മനുഷ്യൻ്റെ ഇതാണ് ദൈവത്തിൻ്റെ ആലയം എന്ന് പറയും. ഇതിൻ്റെ അകത്താണ് ആത്മാവിനെ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക, കൊത്തുവിഗ്രഹങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവ് ഏതായിരിക്കും? ഇവരുടെ മനസ്സ് കൂരിരുട്ടും അന്ധതയുമായി മാറിയില്ലേ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വാക്യം കൂടി വായിച്ചുകൊണ്ട് ഒന്ന് വായിക്കാം. റോമാലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം, റോമ 1-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യം ഒന്ന് വായിക്കാം. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവൻ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങൾ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ഈ മ്ലേച്ഛ വിഗ്രഹത്തിൻ്റെ മുമ്പ് അശുദ്ധിയാണ്, അതിൻ്റെ അകത്ത് അശുദ്ധിയുടെ ആത്മാവുണ്ട്. ഇതിനെ പോയി കെട്ടിപ്പിടിക്കുന്ന അശുദ്ധിയുടെ ആത്മാവാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. മനുഷ്യൻ എത്ര സിമെന്റും പ്ലാസ്റ്റോ പാരീസും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബിംബത്തിൻ്റെ അകത്തിരിക്കുന്ന അശുദ്ധിയുടെ ആത്മാവാണ്. അതുകൊണ്ട് സ്വന്തം ശരീരത്തെ ദൈവം തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അശുദ്ധിക്ക് സ്വന്തം ശരീരത്തെ ദൈവം തന്നെ അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് വെളിപ്പാടിൽ പറയുന്ന ബിംബാരാധികൾ, നായ്ക്കൾ, ക്ഷുദ്രക്കാർ, ഇവർ അശുദ്ധരാണ്, ഇവർ സ്വർഗരാജ്യത്തിൽ കയറത്തില്ല, എൻ്റെ രാജ്യത്തിൽ ഈ വർഗം വരത്തില്ലെന്ന് വ്യക്തമായിട്ട് വെളിപ്പാടി പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപാസനം ഒരു ജോസഫ് അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ടയിൽ തോന്നിയ ഒരു വെള്ളി കൊണ്ട് കൃപാസനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അശുദ്ധമാണ് അവിടെ നടക്കുന്നത്. വിഗ്രഹമല്ലേ, അതിന് മുമ്പിൽ പോയി ഉടമ്പടി ഉറപ്പിക്കാൻ കുറേ കുഞ്ഞാടുകൾ. ഒന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെ ഉടമ്പടി അത്യുന്നതനായ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതാ. അതിൻ്റെ മേളിൽ മറ്റൊരു ഉടമ്പടി ഇന്ന് ലോകത്ത് ഇന്ന് നടക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ട് പഠിക്കുമ്പോൾ അവിടെ എങ്ങനെ പറയുന്നു? 8-ാമത്തെ, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. ഇവർക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പാൻ, ഏത് ബിംബത്തിൻ്റെ മുമ്പിൽ പോയി നീ മുട്ടുകുത്തിയാലും, ഏത് ബിംബത്തിൻ്റെ മുമ്പിൽ പോയി നമസ്കരിച്ചാലും നീ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കും? നിന്നെക്കൊണ്ട് പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കും. ഇത് പ്രസാദിപ്പിക്കാൻ ദൈവമായിട്ട് നിന്റെ കണക്റ്റഡ് വിട്ടുപോയി. അതുകൊണ്ടാണ് വെളിപ്പാട് മുതൽ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വിഗ്രഹത്തെ ബിംബത്തെ വണങ്ങരുത്, ഇന്ന് തിരുസ്വരൂപമാണെന്ന് പുതിയ പേരടിച്ചിറക്കിയിട്ട് ആരാധിച്ചോ, ഈ തിരുസ്വരൂപത്തെ ആരാധിച്ചോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് യഥാർത്ഥമായി നിങ്ങൾ ആരാധിക്കേണ്ടത്? എങ്ങനെയാണ് ദൈവമായി ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ എങ്ങനെയാണ് ആരാധിക്കുന്നത്? റോമാലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ, സ്തോത്രം. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഇത് അപ്പോസ്തലനായ പൗലോസ് നേരിട്ട് പറയുന്നതാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമുള്ള യാഗമായി നീ സമർപ്പിക്കണം. നിന്റെ ശരീരത്തെ നീ ദൈവത്തിന് യാഗവസ്തുവാക്കി നീ മാറ്റണം. അതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ ബിംബത്തിൻ്റെ മുമ്പിൽ പോയി നിന്നച്ച് ആരാധനയല്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന്, നിങ്ങളുടെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഈ ലോകം കാണിക്കുന്ന കൂത്തുകൾക്ക് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ അനുരൂപമാകരുത്. പച്ചമാമയൊക്കെ അധികാരികൾ ആരാധിക്കും. പൊട്ട ബിംബത്തിൻ്റെ മുമ്പിൽ പോയി കൊന്തയടിക്കും, കൊന്ത ചൊല്ലാൻ പറയും. ഇതൊന്നും നിങ്ങൾ പോകരുത്. ഇതൊന്നും നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെതോ നിങ്ങളുടെ പാപത്തിനും മോചനത്തിൻ്റെതോ ഉള്ളതല്ല. ഇതൊന്നും പിന്നെ എന്നാണ് ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് നീ പുതുക്കി, നീ രൂപാന്തരപ്പെടും. ഒരു പുതിയ മനുഷ്യനാകുക. വചനം കേൾക്കുക. വചനത്തിൻ്റെ അകത്താണ് നിന്റെ രക്ഷ ഇരിക്കുന്നത്. ഏകരക്ഷ യേശുക്രിസ്തുവില, ബിംബത്തിലല്ല രക്ഷ, പച്ചമാമയിലല്ല രക്ഷ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ പൂർണ്ണ വിശുദ്ധിയോടെ അത്യുന്നതനായ ദൈവത്തിന് ഒരു യാഗമായി സമർപ്പിക്കുമെങ്കിൽ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തവരാണ്.
നിങ്ങൾ പാപത്തിലേക്കല്ല പോകേണ്ടത്, നിങ്ങളുടെ ജീവനിലേക്ക്, നിത്യരക്ഷയിലേക്ക്, സ്വർഗരാജ്യം പ്രാപിപ്പാൻ തക്കവണ്ണം നിങ്ങൾ വിശുദ്ധിയോടെ ഒരുങ്ങുക. അശുദ്ധിയിലേക്കല്ല പോകേണ്ടത്, അശുദ്ധിയിലേക്കല്ല പോകേണ്ടത്. ഇന്ന് അധികാരികളെയും പുരോഹിതന്മാരെയും നോക്കി യാത്ര ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. നിങ്ങൾ നോക്കി യാത്ര ചെയ്യേണ്ടത് വിശുദ്ധ ബൈബിൾ അപ്പോസ്തലന്മാരെയാണ് നോക്കി യാത്ര ചെയ്യേണ്ടത്. മറ്റൊന്നിനെ നിങ്ങൾക്ക് നോക്കി യാത്ര ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഈ ക്ലാസ് കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.